Morning. Good morning, miss. Good morning, ma'am. Good morning. Okay, HR വായിച്ചു നോക്കിയായിരുന്നോ? Okay. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് EHR ആയിരുന്നു. ഇനി നെക്സ്റ്റ് അതിന്റെ കമ്പാരിസൺ, പേപ്പർ വർക്ക് ആൻഡ് EHR-ഉമായിട്ടുള്ള കമ്പാരിസൺ ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നോക്കാം. EHR എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫുൾ ഫോം എന്താണ്? ഫുൾ ഫോം എന്താണ്? EHR-ന്റെ ഫുൾ ഫോം? EHR-ന്റെ ഫുൾ ഫോം എന്താ? വായിച്ചില്ലാരും? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, ഇനി അതിന്റെ കമ്പാരിസൺ നോക്കാം നമുക്ക്. കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്. While there is still a noticeable amount, one minute. While there is still a noticeable amount of debates around the superiority of electronic health records over paper records, the research literature gives a more realistic picture of the benefits and downsides. അപ്പൊ നമുക്കറിയാം EHR എന്താണ്, അതുപോലെ തന്നെ പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ് അല്ലെ, നമ്മൾ പേപ്പറിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഏതിനായിരിക്കാം സുപ്പീരിയോറിറ്റി കൂടുതൽ? ഏതിനായിരിക്കാം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഏതാണ് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും? EHR ആണോ, അതുപോലെ തന്നെ പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ് ആണോ? ഇലക്ട്രോണിക് അല്ലെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താണ്? ഡാറ്റകളൊക്കെ നമുക്ക് എന്താണ് ഈ ഇലക്ട്രോണിക്കലി നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. എപ്പോ വേണമെങ്കിലും ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പേപ്പർ റെക്കോർഡ്സ് ആണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഡാറ്റ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട്, മിസ്സായി പോകാം. പിന്നെ ആളുകൾ എഴുതി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ എഴുത്ത് ചിലപ്പോ മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് പൂർലി റീഡബിൾ ആയിരിക്കും. പക്ഷെ EHR എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും അല്ലെ, റീഡബിൾ ആയിരിക്കും, എപ്പോ വേണമെങ്കിലും നമുക്ക് അത് ലഭിക്കും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്, EHR-നുണ്ട്. ഏറ്റവും സുപ്പീരിയോറിറ്റി കൂടുതൽ എന്ന് പറയുന്നത് ആർക്കാണ്? EHR-നാണ്. The increased transparency, portability and accessibility gained by the adoption of electronic medical record may make larger the ease with which they can be assessed by healthcare professionals, but also can enlarge the amount of stolen information by unauthorized person or untrustworthy users versus paper medical records as acknowledged by the increased security need for electronic medical records included in the Health Information and Accessibility Act, and by large scale violations in the confidential record reported by EMR users. എന്താണ് ആ സെന്റൻസിൽ പറയുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇൻക്രീസ് ട്രാൻസ്പെറൻസി, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇൻക്രീസ് ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ പോർട്ടബിലിറ്റി, അതുപോലെ അക്സസിബിലിറ്റി. ഈ മൂന്ന് അഡ്വാൻറ്റേജസും കൊണ്ടാണ്, ഈ മൂന്ന് അഡ്വാൻറ്റേജസ് ഗുണങ്ങൾ കൊണ്ടാണ് ഇലക്ട്രോണിക് EHR ആരുപയോഗിക്കുന്നത്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നത്.
എന്താണ് ഈ 3 അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്? ഇൻക്രീസ് ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി, അക്സസിബിലിറ്റി. ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ് EHR ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് EHR ഇലക്ട്രോണിക് അല്ലെ, ഇലക്ട്രോണിക്കലി നമ്മൾ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അല്ലെ. അങ്ങനെ ഇലക്ട്രോണിക്കലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് മറ്റുള്ള ആളുകളുടെ സ്വകാര്യതകൾ അല്ലെ, മറ്റുള്ള ആളുകൾക്ക് എന്താണ് ഈ ഡാറ്റ നമ്മള് രോഗിയും അതുപോലെ തന്നെ രോഗിയുടെ ഡോക്ടറും തമ്മിലുള്ള ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ രോഗിയുടെ ഡീറ്റെയിൽസുകൾ നമ്മൾ EHR സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവര് എന്താണ് ആ ഇലക്ട്രോണിക്കലി ആയതുകൊണ്ട് തന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്യാനായിട്ട് എന്താണ് അതിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. മനസ്സിലായോ? അൺഓതറൈസ്ഡ് ആയിട്ട് എൻറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റകള് പല ആളുകളും മോഷ്ടിക്കാൻ, സ്റ്റോളൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മോഷ്ടിക്കാനായിട്ട് നമ്മള് ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ കമ്പനീസിന്റെ ഡാറ്റകള് അല്ലെങ്കിൽ ഈ എന്താണ് ഹോസ്പിറ്റലിലെ ഡാറ്റകളില് മറ്റുള്ളവര് അത് സ്റ്റോളൻ ചെയ്യാൻ, മോഷ്ടിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാക്കേഴ്സ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് EHR ഉപയോഗിക്കുമ്പോൾ നമ്മൾ EHR ഇലക്ട്രോണിക്കലി ആണ് ഡാറ്റകൾ നമ്മള് ഡാറ്റയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്യാനായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് EHR യൂസ് ചെയ്യുന്നവർക്കിടയിൽ, EHR യൂസേഴ്സിന്റെ ഇടയിൽ ഒരു ആക്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വായിച്ചില്ലേ എന്താണ് ആക്ട് എന്ന് പറഞ്ഞാല്? ഇവിടെ പറയുന്നുണ്ടല്ലോ, മിസ് വായിച്ചായിരുന്നു. എന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് ആക്സസിബിലിറ്റി ആക്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റോളൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെയുള്ള ആക്ട് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നവരുടെ ആ യൂസേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു ആക്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ആക്ട് എന്താ പറയുന്നത്? സ്റ്റോളൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡാറ്റകള് മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഈ ആക്ട് വഴി എന്താ ചെയ്യുന്നത്? സ്റ്റോളൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സുകൾ എടുക്കുന്നു. ഇനി നോക്കിയേ, കൺസേൺസ് അബൌട്ട് ദ സെക്യൂരിറ്റി കോൺട്രിബ്യൂട്ട് ടു ദ resistance shown to their adoption when users log into the electronic health record. It is their accountability to ensure the information stay confidential, and this is done by keeping their password unknown to their others and logging off before leaving the station. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ആക്ട് വന്നിട്ടുണ്ട്. ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആക്ട് എന്താണ് പറയുന്നത് നമ്മളോട്? ഈ സ്റ്റോളൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട് ആക്ട്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ഈ സെക്യൂരിറ്റി അല്ലെ. ഇങ്ങനെ നമ്മള് ഡാറ്റകൾ ഇലക്ട്രോണിക്കലി നമ്മൾ സൂക്ഷിക്കുമ്പോ, EHR അങ്ങനെയാണ് അല്ലെ, ഡാറ്റകൾ ഇലക്ട്രോണിക്കലി ആണ് സൂക്ഷിച്ചു വെക്കുന്നത്. അങ്ങനെ സൂക്ഷിക്കുമ്പോ കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇല്ലേ? അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ സെക്യൂരിറ്റി അതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഒരു നമ്മൾ എന്താണ് എല്ലാത്തിനും കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ EHRന് കൂടുതൽ കുറെ കൂടി സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ സെക്യൂരിറ്റി കൊടുക്കുമ്പോ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ ഇലക്ട്രോണിക്കലി ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. എന്താണ്? കുറെ കൂടി സെക്യൂരിറ്റി ഇതിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അതാണ് കൺസേൺസ് എന്ന് പറഞ്ഞാൽ. കൺസേണിന്റെ മീനിങ് എന്താണ്? കുറെ കൂടി സെക്യൂരിറ്റി കൊടുക്കേണ്ടതിന്റെ ആശങ്ക അവരില് ഉടലെടുക്കുന്നുണ്ട്.
ഓക്കെ. അതുപോലെ തന്നെ എന്താണ് EHR യൂസേഴ്സ് ചെയ്യുന്ന യൂസേഴ്സിന് അപ്പോ എന്താണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EHR യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ അത് നമ്മൾ ഓഫ് എന്താണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു സൈറ്റിൽ കയറി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓഫ് ആക്കാതെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റകള് പോവാനായിട്ട് ഇടവരും അല്ലെ, മറ്റുള്ളവരത് കാണാനായിട്ടും അല്ലെ, സ്റ്റോളൻ ചെയ്യാം അല്ലെ. അപ്പോ അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് റെക്കോർഡ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിനകത്തുള്ള ഡാറ്റകൾ, കുറെ പേഷ്യൻസിന്റെ ഡാറ്റകൾ അതിനകത്ത് ഉണ്ടാവും അല്ലെ, അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാം, കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാം എന്നുള്ളത് ഈ യൂസേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതിന് വെരി ഗുഡ് പാസ്വേഡ് അല്ലെ, പാസ്വേഡ് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? ലോഗ് ഓഫും കൂടിയും ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് പാസ്വേഡുകൾ യൂസ് ചെയ്യണം. അതിനുശേഷം ലോഗ് ഓഫും കൂടിയും ചെയ്തിട്ട് വേണം അത് ക്ലോസ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് EHR പറയുന്നത്. EHR ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇടയിൽ 3 അഡ്വാൻറ്റേജസുകളാണ് പറയുന്നത്. ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി, അതുപോലെ അക്സസിബിലിറ്റി. ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ് ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇടയിൽ EHR യൂസ് ചെയ്യുന്നത് അവർ. അതുപോലെ തന്നെ എന്താണ്? കുറെ എമൗണ്ട് ഓഫ് ഡാറ്റകൾ ഉണ്ടാവും അല്ലെ. ഈ എന്താണ് പേഷ്യൻസിന്റെ എല്ലാ ഡാറ്റകളും ഇലക്ട്രോണിക്കലി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൂടി സെക്യൂരിറ്റീസ് അതിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റാളുകൾ ഈ ഡാറ്റയിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻറ്റർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ളൊരു ആക്ട് വന്നിട്ടുണ്ട് അല്ലെ. ഏതാണ് ആക്ട്? ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് അക്സസിബിലിറ്റി ആക്ട്. എന്താണ് ആക്ടിൽ പറയുന്നത്? എന്താ ആക്ടിൽ പറയുന്നത്? സ്റ്റോളൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാനുള്ള മെഷേഴ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് യൂസേഴ്സിന്റെ EHR യൂസ് ചെയ്യുന്ന യൂസേഴ്സിന്റെ ഇടയിൽ ഒരു ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സെക്യൂരിറ്റി കൂടി കൂടുതലായിട്ട് ഇതിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ആ കാരണത്താലാണ് അവർക്ക് ആശങ്കകൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ EHR ലോഗിൻ ചെയ്ത് കോൺഫിഡൻഷ്യൽ ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എന്താണ്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? യൂസേഴ്സിന്റേതാണ്. അതുകൊണ്ട് തന്നെ അവർ സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഉപയോഗിച്ച ശേഷം ലോഗ് ഓഫ് ചെയ്യണം. ഓക്കെ, അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്.
Okay, ഇനി next നോക്കാം. Handwritten paper medical records may be poorly readable. നമുക്കറിയാം അല്ലെ, ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇപ്പോ എന്റെ ഞാൻ എഴുതുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോ ശരണ്യ എഴുതുന്നത് എനിക്ക് വായിക്കാൻ പറ്റില്ല അല്ലെ, പലരുടെയും ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റിട്ടൺ ആയതുകൊണ്ട് തന്നെ അതെന്താണ് റീഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും, പൂർലി റീഡബിൾ ആയിരിക്കും. Which can contribute to medical errors, printed forms, standardization of short forms, and started for penmanship were inspired to make better the reliability of paper medical records. An example for portable medical records is the administration of medications. Medication is a intermediation that can turn a person's status of stable to unstable very rapidly. With the paper, documentation is very easy to not properly document the administration of medication, the time given or errors like given, wrong drugs, wrong dose, wrong forms, and not checking for allergies, and could affect the patient negatively. It has been reported that these errors has been brought down by 55 to 83% as records are now online and need certain steps to avoid these errors. ഇവിടെ പറയുന്നത് എന്താണ്, ആ പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു പേപ്പർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർലി റീഡബിൾ ആയിരിക്കും അല്ലെ, അതുകൊണ്ട് എറേഴ്സുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്താണ് ഈ ഷോർട്ട് ഫോംസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, അബ്രിവേഷൻസ് ഇല്ലേ, മെഡിക്കൽ സ്റ്റാഫുകളുടെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടെർമിനോളജി, അതുപോലെ തന്നെ ഷോർട്ട് ഫോംസുകൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം, സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരണം അതിനകത്ത്. ഓക്കെ, സ്റ്റാൻഡർഡൈസേഷൻ ഗുണനിലവാരം അല്ലെ, സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് ഫോംസിൽ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക, അതുപോലെ പെൻമാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് എറേഴ്സ് കുറയ്ക്കാനായിട്ട് പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എറേഴ്സ് വരാം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, മരുന്നുകൾ കൊടുക്കുന്നതിൽ എറേഴ്സ് വരാം. അതാണ് എന്താണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എറേഴ്സ് എന്ന് പറഞ്ഞാല്. നമ്മളിപ്പോ നമുക്ക് വായിച്ചിട്ട് അല്ലെ, ഡോക്ടേഴ്സ് തന്ന മരുന്നുകൾ അല്ലെ, പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റില്ല, അവിടെയുള്ള സ്റ്റാഫുകൾക്കും ചിലപ്പോൾ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. പൂർലി റീഡബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, എറേഴ്സ് വരാം അല്ലെ. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് അല്ലെ, പേഷ്യന്റിനെ അൺസ്റ്റേബിൾ ആക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. ഇങ്ങനെ വായിച്ചിട്ട് മനസ്സിലാവാതെ വരുമ്പോ ചിലപ്പോ തെറ്റായ മെഡിസിൻസ് കൊടുക്കാം, തെറ്റായ ഡ്രഗുകള് തെറ്റായ ഡോസിലൂടെ തെറ്റായ ഫോമില് ഇതൊക്കെ കൊടുക്കുന്നതിലൂടെ എന്താണ് അൺസ്റ്റേബിൾ ആവാനായിട്ട് ചാൻസ് ഉണ്ട് രോഗികൾ. മനസ്സിലായോ? അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിട്ട് രോഗികളെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോ ഇലക്ട്രോണിക്കലി നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ കൊണ്ടുവരുമ്പോ എന്താണ് ഇലക്ട്രോണിക്കൽ റെക്കോർഡ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് 55% to 83% വരെ എറേഴ്സുകൾ കുറയ്ക്കാനായിട്ട് ചാൻസ്. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് മേ ഹെൽപ്പ് വിത്ത് സ്റ്റാൻഡർഡൈസേഷൻ ഫോംസ്, ടെർമിനോളജി ആൻഡ് ഡാറ്റ ഇൻപുട്ട്. Digitization of forms make facilities for the collection of data, epidemiology, and clinical studies. However, standardization may create challenges for local practices. Overall, those with EMRs that have automated notes and reports, order entry and clinical decision support had lesser complications
ലോവർ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ലോവർ കോസ്റ്റ്. ഇവിടെ പറയുന്നത് EHR-ല് ഡാറ്റകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോംസിൽ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെർമിനോളജിയിലും ഒക്കെ ചെയ്യുമ്പോൾ എറേഴ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് EHR വഴി ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്കറിയാം ഡിജിറ്റൈസേഷൻ ആണ് അല്ലെ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൈസേഷൻ ചെയ്യുന്നതോടുകൂടി തന്നെ ക്ലിനിക്കൽ സ്റ്റഡീസിനും അതുപോലെ തന്നെ റിസർച്ചുകൾ പല ഗവേഷണങ്ങൾക്കും അത് എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ലോക്കൽ പ്രാക്ടീസ് എന്നല്ലേ. ലോക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കാണെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുമ്പോൾ അവർക്കത് ആക്സസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഞാൻ എന്താണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അല്ല, ഒരു പേഷ്യൻസിന് അത് കാണുമ്പോൾ എന്താണ് അവർക്കത് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പക്ഷേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ് നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കത് എളുപ്പം മനസ്സിലാക്കാനായിട്ടും എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ വർക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ടും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും സഹായിക്കുന്നു. ക്ലിയർ ആയോ? അത്തരം കാര്യങ്ങളാണ് കമ്പാരിസണിൽ വരുന്നത്. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? പേപ്പർ റെക്കോർഡ്സിനെ കാട്ടിലും കൂടുതൽ ഏറ്റവും നല്ലത് എന്താണ്? EHR ആണ്. ഓക്കെ, EHR വഴി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എറേഴ്സ് കുറയ്ക്കും, ഈസി ആയിട്ട് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് റീഡബിൾ ആണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് യൂസ്ഫുൾനെസ് ഓഫ് പേഷ്യൻസ്. ഷെയറിംഗ് their electronic health records with the people who have type 2 diabetics help them to reduce them blood sugar levels. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള ഒരു പേഷ്യൻസിന് ഒരു ഇലക്ട്രോണിക്കലി ഹെൽത്ത് റെക്കോർഡ്, അവരുടെ ഹെൽത്ത് റെക്കോർഡ് ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാ പറ്റാം? നല്ല ഐഡിയ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇലക്ട്രോണിക്കലി നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതിലൂടെ അല്ലെ അവർക്ക് അവരുടെ എല്ലാ കണ്ടീഷൻസും അറിയാൻ പറ്റും. ഇല്ലേ? ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസിൽ ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് ഹെൽപ്പിംഗ് people understand their own health condition and to make them involve actively in its management. They could also be useful in research with enables various scientific analysis and novel tools. Novel means new.
ന്യൂ പുതിയ. ഓക്കെ, ന്യൂ എന്നുള്ള മീനിങ് ആണ് കേട്ടോ നോവൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ പറയുന്നത് എന്താണ്, ടു ഡയബറ്റിക്സ് ഉള്ള ഒരു പേഷ്യൻസിന് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ EHR കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. EHR ഷെയറിങ് ചെയ്യുന്നതിലൂടെ അല്ലെ അവരുടെ കണ്ടീഷൻസ് അറിയാൻ പറ്റും. അപ്പൊ എന്താണ്, എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു നോക്കുമ്പോൾ എനിക്ക് ഇത്ര ഷുഗർ ഉണ്ട്, ഇത് കുറയ്ക്കണം അല്ലെ, ഇത് വളരെ ഹൈ ആണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഡയറ്റ് പ്ലാൻ അല്ലെ കൺട്രോൾ ചെയ്യും, ഡയറ്റ് പ്ലാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും EHR സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, അതുപോലെ തന്നെ റിസർച്ചിന് യൂസ്ഫുൾ ആണ്, അതുപോലെ ഒരു സയന്റിഫിക് അനാലിസിസ്, അതുപോലെ തന്നെ ന്യൂ ടൂൾസ് ആയിട്ട് എന്താണ് ഒരു പുതിയൊരു ടൂൾസ് ആയിട്ടും EHR പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, റിസർച്ചിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും EHR ഫലപ്രദമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇതിനകത്ത് അധികം ഇമ്പോർട്ടൻറ്റ് ഇല്ല. ഒരു എക്സാമ്പിൾ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് EHR അല്ലെ. എന്തായിരുന്നു EHR എന്ന് പറഞ്ഞാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. അതിലെ ഫസ്റ്റ് വൺ ആണ് EHR എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്ത് നോക്കാം, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം LIMS. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. LIMS നോക്കാം. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം LIMS sometimes indicated to us എന്താണ്, രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്, LIS ഉം LMS ഉം. LIS എന്ന് പറഞ്ഞാല് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ എന്ത് പേരിൽ പറയുന്നുണ്ട്, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. മൂന്ന് പേരിലാണ് പറയുന്നത് കേട്ടോ, LIMS, LIS, LMS. ഓർത്ത് വെക്കാം. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ അല്ലെ, സോഫ്റ്റ്വെയർ സംവിധാനമാണ്. ഇനി നോക്കാം, ദിസ് വിത്ത് ഫീച്ചേഴ്സ് that is supported to modern laboratory operations. അപ്പോ ഈ LIMS എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്തുമായിട്ട്, ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ലാബുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ LIMS സോഫ്റ്റ്വെയർ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലബോറട്ടറിയിലെ ലാബിലെ വർക്ക് ഫ്ലോ ഏറ്റവും സിംപ്ലിഫൈ ആക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. ലാബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സിംപ്ലിഫൈ അല്ലെ, ഏറ്റവും ചുരുക്കി സിംപ്ലിഫൈ ആക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് LIMS അല്ലെങ്കിൽ LMS അല്ലെങ്കിൽ LIS എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മൂന്ന് രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സിംപ്ലിഫൈ, ഫ്ലോസ് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് LIMS എന്ന് പറയുന്നത്. ഇനി എന്താണ്, കീ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ്സ്, അതിന് കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. നോക്കിയേ, ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ബട്ട് നോട്ട് limited to workflow and data tracking support, flexible architecture and data exchange interface which fully supported its use in regulated environment. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഞാൻ പറയാം. എന്താണ് കീ ഫീച്ചേഴ്സ് അല്ലെ, എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്, വർക്ക് ഫ്ലോ. എന്താണ്, ലാബിന്റെ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡാറ്റ ട്രാക്കിംഗ് അല്ലെ, ഡാറ്റകൾ ട്രാക്ക് ചെയ്യുന്നതിലൂടെ എല്ലാ പേഷ്യൻസിന്റെ ഡാറ്റകൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്, ഇതിലൂടെ സാധ്യമാണ്. ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വഴക്കം അല്ലെ, എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഇത് LIMS എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി എന്താ പറയുന്നത്, ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസ്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഡാറ്റകള് പരസ്പരം പല ഡിപ്പാർട്ട്മെന്റിലുണ്ട് അല്ലെ, ലാബിൽ നിന്ന് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഡാറ്റകള് ഷെയർ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വർക്ക് ഫ്ലോ, അതുപോലെ എന്താണ് ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ വരുന്നുണ്ട്, ഡാറ്റ ട്രാക്കിംഗ് വരുന്നുണ്ട്, ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. The features and uses of LIMS have developed over the years from
simple sample tracking to an enterprise's resource planning tool that manages manifold aspects of laboratory informatics. ഇവിടെ പറയുന്നത് ഈ LIMS എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു? വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. ആദ്യകാലങ്ങളില് സോഫ്റ്റ്വെയർ വന്ന ആദ്യകാലങ്ങളില് എങ്ങനെയായിരുന്നു? സാമ്പിൾ ട്രാക്കിംഗ് ആയിരുന്നു. പിന്നീട് എന്തായിട്ട് വന്നു? അത് ലബോറട്ടറി ഇൻഫർമാറ്റിക്സ് എന്ന വലിയൊരു സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, ആദ്യം സാമ്പിൾ ട്രാക്കിംഗ് ആയിരുന്നു. പിന്നീട് കുറെ വർഷങ്ങളായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് പിന്നീട് എന്തായിട്ട് മാറി? ലബോറട്ടറി ഇൻഫർമാറ്റിക്സ് എന്ന സംവിധാനത്തിലേക്ക് മാറി. ഓക്കെ, അതിന്റെ അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ എന്താണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഒരു നമുക്ക് നോക്കാം. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറയാനുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് LIMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലേ? ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഇനി ലാബിന്റെ വർക്ക് ഫ്ലോ ഏറ്റവും സിംപ്ലിഫൈ ആക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനമാണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അതിന് കീ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? വർക്ക് ഫ്ലോ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാക്കിംഗ് സഹായിക്കുന്നുണ്ട്, ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെ നമുക്ക് ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. അതുപോലെ തന്നെ ഡാറ്റകള് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഈ LIMS എന്ന് പറഞ്ഞാല് കാലാകാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു? സാമ്പിൾ ട്രാക്കിംഗ് ആയിരുന്നു. പിന്നീട് എന്തിലോട്ട് വന്നു? ലബോറട്ടറി ഇൻഫർമാറ്റിക്സ് എന്ന സംവിധാനത്തിലോട്ട് വന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇനി ജസ്റ്റ് അതിന്റെ ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത്ര കാര്യമില്ലാത്തതാണ്. നമുക്ക് നോക്കാം. There is no useful definition of the term LIMS since it is used to encompasses the number of different laboratory informatics components. The spread and the depth of these components is greatly dependent on the LIMS implementation itself. LIMS have a workflow component and some summary data management facilities, but beyond that there are notable differences in functionality. ഇവിടെ പറയുന്നത് ചുരുക്കി പറയാം, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് LIMS എന്താണ് ഡെഫിനിഷൻ ഒന്നും തക്കതായിട്ടുള്ള ഡെഫിനിഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഡെഫിനിഷൻ ഒന്നും ഇല്ല. അപ്പോ LIMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പോണന്റിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ LIMS ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഒരുപാട് കമ്പോണന്റ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് LIMS ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോ എന്താണ് പണ്ട് കാലങ്ങളിൽ ചെറിയൊരു ഹോസ്പിറ്റലാണ്, ചെറിയൊരു ഓപ്പറേഷൻ സിസ്റ്റം ആയിരുന്നു അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ചെറിയ ഹോസ്പിറ്റല് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് എന്താണ്? വലിയ സിസ്റ്റങ്ങളാണ് അല്ലെ? വലിയ രീതിയിലുള്ള വലിയ ഫെസിലിറ്റീസ് കൊടുക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെയാണ് ഇപ്പോ നമ്മുടെ നാട്ടിലുള്ളത് അല്ലെ? ചെറുതായിട്ട് ചെറിയ രീതിയിലുമുണ്ട്, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഇനി ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? അവിടെ ചെറിയതായിട്ടുള്ള ഓപ്പറേഷൻ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള LIMS മതി. ഓക്കെ, അങ്ങനെയുള്ള കമ്പോണൻസ്, ചെറിയ രീതിയിലുള്ള കമ്പോണൻസ് ഉള്ള LIMS ആണ് അവിടെ വേണ്ടത്. ഇനി വലിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിലോ വലിയ രീതിയിൽ അല്ലെ കുറെ കമ്പോണൻസുകൾ കൂട്ടി ചേർത്തിട്ട് വേണം LIMS ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് അതിന്റെ കൺസെപ്റ്റിൽ പറയുന്നത് കേട്ടോ. ചെറിയ രീതിയിലുള്ള സ്മോൾ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചെറിയ LIMS മതി. അതുപോലെ തന്നെ വലിയ രീതിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ വലിയ രീതിയിലുള്ള സംവിധാനം അവിടെ ആവശ്യമാണ്. മനസ്സിലായോ? വായിച്ചു നോക്കിയേ, LIMS ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാം. നെക്സ്റ്റ് എന്താണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അത് ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും? ഏത് ഡിപ്പാർട്ട്മെന്റ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം RIS. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എക്സ്പാൻഡ് RIS ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. Radiological Information System is a code system for the electronic management of imaging department. Okay, അപ്പോൾ നമ്മൾക്ക് അറിയാം എന്താണ് ഈ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? മേജർ ഫങ്ഷൻസ് ഓഫ് ദ RIS can consist of. ഏതൊക്കെയാണ് മേജർ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മേജർ ഫങ്ഷൻസ് ആണ് എന്തൊക്കെ? പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. ഓക്കെ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഉണ്ട്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ ഓഫ് പെർഫോമൻസ് ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ ബിൽഡിംഗ്. നമുക്കറിയാം അല്ലെ എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ ഷെഡ്യൂളിംഗ്, ഏതൊക്കെയാണ്, ആരൊക്കെയാണ് വരുന്നത്, എക്സ്റേക്ക് ആരൊക്കെയുണ്ട്, CT സ്കാൻ ആരൊക്കെയുണ്ട്, ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് റിസോഴ്സ് മാനേജ്മെന്റ്, അതിന്റെ റിസോഴ്സുകള്, അതുപോലെ തന്നെ എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാം, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ബില്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് മേജർ ഫങ്ഷൻസ് ഓഫ് RIS. ഇനി എന്താണ് RIS കോംപ്ലിമെന്റ്സ്? എന്താണ് HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ആൻഡ് PAC. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. PAC എന്ന് പറഞ്ഞാല് പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ അതിന്റെ ഷോർട്ട് ഫോം ആണ് PAC എന്ന് പറയുന്നത്. അതുപോലെ HIS പറഞ്ഞാൽ അറിയാം നമുക്ക് എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. And is the crucial to efficient workflow to radiology practices. ഇവിടെ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? HIS-ഉം അതുപോലെ തന്നെ PAC-ഉം. ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ് എന്ന് പറയുന്നത് RIS, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? RIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളും ചേർന്നതാണ്. ഏതൊക്കെയാണ്? HIS ഉണ്ട്, അതുപോലെ തന്നെ PAC ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫ്ലോ എഫിഷ്യന്റ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലായോ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ രണ്ട്
സിസ്റ്റത്തിൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. HIS ഉണ്ട്, അതുപോലെ തന്നെ പാക്കും ഉണ്ട്. ഈ HIS-ഉം പാക്കും രണ്ടും കൂടി ചേർന്നിട്ടാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും എഫിഷ്യന്റ് ആയിട്ട് നടക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, പാക്കിന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അയച്ചു നോക്കാം കേട്ടോ. പിക്ചറും കൂടി ഒന്ന് നോക്കാം. പിക്ചർ ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. കുറച്ചധികം ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം commonly support the following features. ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. അറിയാമല്ലേ, പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്. പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ ലിസ്റ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നത് ഇതിലൂടെയാണ്, RIS-ലൂടെയാണ്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ് പേഷ്യൻസിന്റെ ലിസ്റ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് ആണ് മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ രീതികൾ. നമുക്കറിയാം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പലതരം. എക്സ്റേ മാത്രമാണോ എടുക്കുന്നത്? അല്ല, പല രീതികളിൽ സ്കാനുകൾ എടുക്കും അല്ലെ. എക്സ്റേ എടുക്കുന്നുണ്ട്, CT സ്കാൻ എടുക്കുന്നുണ്ട്, MRI എടുക്കുന്നുണ്ട്. അങ്ങനെ പല വിധത്തില് രോഗികൾക്ക് ഇമേജുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ പല രീതികളിലാണ് ഇത് എടുക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിൽ ഇമേജുകൾ എടുക്കുന്നത്. അങ്ങനെ ആ ഇമേജുകൾ എടുക്കുന്നതിനുള്ള വർക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് ഇതിലൂടെയാണ്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ്. പല രീതികളില് ഇമേജുകൾ എടുക്കുന്നുണ്ട്, അതിന്റെ വർക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് ഇങ്ങനെയുള്ള റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ്. അതുപോലെ തന്നെ എന്താണ്? വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് അതിന്റെ വർക്ക് ഫ്ലോ നമ്മൾ പറഞ്ഞല്ലേ, അതിന്റെ വർക്കുകൾ കുറെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എങ്ങനെയാണ്? ഈ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ്. ഇനി നെക്സ്റ്റ് ആണ് റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. ഡോക്യുമെന്റ്സുകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഇതിലൂടെ സഹായിക്കുന്നുണ്ട്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ് സാധ്യമാകുന്നത്. എങ്ങനെയാണ്? ഡോക്യുമെന്റ്സുകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്യാനായിട്ടും അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അതുപോലെ റിസൾട്ട് എൻട്രി അല്ലെ, റിസൾട്ടുകൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് അല്ലെ, പ്രിന്റ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നത് എങ്ങനെയാണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ്. ഇനി ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്, യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നിഷൻ. എന്താണ്? വോയിസ് കൊടുത്തുകൊണ്ട് റിപ്പോർട്ടുകൾ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വോയിസ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ടുകള് ഡിജിറ്റൽ ആയിട്ട് എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. അറിയാം അല്ലെ, പേഷ്യൻസിന്റെ പ്രിന്റഡ് റിപ്പോർട്ട്സുകൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, RIS-ലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി റിസൾട്ട് ട്രാൻസ്മിഷൻ വയ ഇന്റഗ്രേഷൻ ഓർ ഇമെയിലിംഗ് ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്. ക്ലിനിക്കൽ റിപ്പോർട്ട്സുകള് ആളുകളിലേക്ക് ഇമെയിൽ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയുള്ള ക്ലിനിക്കൽ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് ഇമെയിലൂടെയും സെൻഡ് ചെയ്യാനായിട്ട് RIS-ലൂടെ സഹായിക്കുന്നുണ്ട്. പേഷ്യൻസ് ട്രാക്കിംഗ്, പേഷ്യന്റിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധ്യമാണ്. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്. എന്താണ്? ഡോക്യുമെന്റ്സുകൾ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡോക്യുമെന്റ്സുകൾ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതൊക്കെയാണ്
MS എന്താണ് MS Excel, അതുപോലെ ഈ എന്താണ് ഗൂഗിൾ ഫോംസ്, ഇതൊക്കെയും പല സോഫ്റ്റ്വെയറുകളാണ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗിച്ചുകൊണ്ട് ഡോക്യുമെന്റ്സുകൾ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് എന്ന് പറഞ്ഞാല് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ കൃത്യമായിട്ട് അതിന്റെ റെക്കോർഡിംഗ് ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് RIS-ലൂടെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളുടെ റെക്കോർഡിംഗ് ഡീറ്റെയിൽസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സഹായിക്കുന്നു. ഇനി മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്സ്. ഓക്കെ, എന്താണ് മെഡിക്കൽ ഇമേജിംഗ് രീതികൾ, പല രീതികളുണ്ട് അല്ലെ, ആ രീതികൾ മാനേജ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് കൺസെന്റ് മാനേജ്മെന്റ്. കൺസെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിന്റെ സമ്മതങ്ങൾ, കൺസെന്റ്സ് മാനേജ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധ്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ, കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, വായിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, CPOE, അതർവൈസ് നോൺ ആസ്, അണ്ടർലൈൻ ചെയ്യാം, മറ്റു പേരുകളാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി ഓർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. ഓക്കെ, മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്നുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി എന്ന് പറയുന്നുണ്ട്. Refers to the process of medical professionals entering and sending medication orders and treatment instructions electronically by way of computer application instead of on paper chart. So just ഒന്ന് എഴുതിയിടുക കേട്ടോ, സിംപ്ലിഫൈ ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറഞ്ഞാല് എഴുതിക്കോളൂ, എന്നിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ interaction system. It is a healthcare interaction system that allow physician to electronically enter medical orders. Physician to electronically enter medical orders such as medications, comma, lab tests, and radiology exams directly into
A computer patient safety. A computer patient safety. ഇനി അതിന്റെ അടിയിൽ എഴുതാം ബെനഫിറ്റ്സ്. ഇതിന്റെ ബെനഫിറ്റ്സ് 4 കാര്യങ്ങളാണുള്ളത്. അതും കൂടി എഴുതിയെടുക്കാം കേട്ടോ. ബെനഫിറ്റ്സ് പറഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടാം. ഫസ്റ്റ് വൺ, improve patient safety. Improve patient safety. Improve patient safety. Increase efficiency. Increase efficiency. Enhanced quality care. Enhanced quality care. Reduced cost. Reduced cost. Okay, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ആദ്യം മുതൽ നമ്മൾ വായിക്കാം മിസ്. It is a healthcare interaction system that allow physician to electronically enter medical orders such as medications, lab tests, and radiology exam directly into a computer patient safety. Benefit. First one, improve patient safety, increase efficiency, enhance the quality care. Last one, reduce the cost. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറഞ്ഞാല്? 2 തരത്തിൽ പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്നും കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു ഫിസിഷ്യനെ മെഡിക്കേഷൻസ്, ലാബ് ടെസ്റ്റ്, അതുപോലെ റേഡിയോളജിക്കൽ ടെസ്റ്റുകള് ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. മനസ്സിലായോ? എല്ലാ ടെസ്റ്റുകളും, മെഡിക്കേഷൻസ് ആയാലും ലാബ് ടെസ്റ്റുകൾ ആയാലും റേഡിയോളജി ടെസ്റ്റുകൾ ആയാലും ഇതൊക്കെ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഫിസിഷ്യനെ റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതിന്റെ ബെനഫിറ്റ് ആണ് ഇത്. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി, ഇൻക്രീസ് എഫിഷ്യൻസി, എൻഹാൻസ് ക്വാളിറ്റി, ഗുണനിലവാരമുള്ള കെയർ കൊടുക്കാനായിട്ട്. കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിക്കലി ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, വായിച്ചു നോക്കിയും. ഇത്രയും വരെയാണെന്ന് കിട്ടുന്നത്. ഇത്രയും വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഒരു 10 യൂസേഴ്സും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി മിസ് എടുക്കാൻ പോകുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ. അതൊക്കെ ഇതുപോലെ തന്നെയാണ്. ബോറിംഗ് ആണ്. എന്താണ് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും എവിടെ ഏത് വരി വായിച്ചിട്ടുണ്ടെങ്കിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. ഓക്കെ, അത് തന്നെയായിരിക്കും. അതാണ് ഇതിന്റെ ബോറിംഗ് ആണ്. എന്നാലും നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ 3ഉം 4ഉം മൊഡ്യൂൾസ് ഒക്കെ ഇപ്പോഴേ തുടങ്ങി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വരാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്യാം. സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേന് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോ എക്സാംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആണ് മിസ് പറയുന്നത്, പേടിപ്പിക്കാൻ പറയുന്നതല്ല. ഇപ്പോഴേ തുടങ്ങി സമയം കിട്ടുമ്പോൾ കുറച്ചായിട്ട് നോക്കി പോവാട്ടോ. ഓക്കെ, താങ്ക് യു.